സർ നമസ്കാരം. നമസ്കാരം. തെരഞ്ഞെടുപ്പ് അവലോകന യോഗങ്ങൾ എല്ലാ പാർട്ടികളും നടത്തിക്കൊണ്ടിരിക്കുന്നു. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയായ വി.ഡി. സതീശന്റെ നേതൃത്വത്തിലുള്ള UDF തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ വരാൻ പോകുന്നു. പ്രതിപക്ഷ നേതാവായി മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ തന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു CPM. അങ്ങനെ കേരളത്തിലെ രാഷ്ട്രീയ അന്തരീക്ഷം വീണ്ടും മാറി മറിയുന്നു. 10 വർഷത്തെ കെടുകാര്യസ്ഥതയ്ക്ക് ശേഷം കേരളത്തിൽ സുഗമമായൊരു ഭരണം കാഴ്ചവെക്കാൻ ലാളിത്യത്തിന്റെയും മികവിന്റെയും പുരോഗതിയുടെയും ഭരണം കാഴ്ചവെക്കാൻ UDF-നാകും എന്നുള്ള ഉറച്ച വിശ്വാസത്തോടുകൂടി വി.ഡി. സതീശന്റെ നേതൃത്വത്തിൽ പുതിയ മുഖ്യമന്ത്രിയും വി.ഡി. സതീശന്റെ നേതൃത്വത്തിൽ പുതിയ മന്ത്രിസഭയും അതുപോലെ ഭരണവും കേരളത്തിൽ വരുമ്പോൾ തീർച്ചയായും കേരളത്തിന് സമാനതകളില്ലാത്ത മാറ്റങ്ങൾ ഉണ്ടാകും എന്ന് ജനം പ്രതീക്ഷിക്കുന്നു. അത് സംഭവിക്കട്ടെ. ഇവിടെ നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം മറ്റൊന്നാണ്. ഇക്കുറി കേരളത്തിലെ നിയമസഭയിൽ 3 BJP MLA-മാരാണ് ഉണ്ടാവുക. അതായത് കേരളത്തിന്റെ ചരിത്രത്തിൽ നിയമസഭയിൽ 3 BJP MLA-മാർ വരുന്നു എന്ന് പറയുമ്പോൾ നിയമസഭയുടെ അകത്തളത്തിൽ താമര വിരിയുവാനുള്ള അവസരം ഉണ്ടാക്കിയത് ആരാണ് എന്നുള്ളൊരു ചോദ്യം പരസ്പരം രാഷ്ട്രീയ കക്ഷികൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിരൽ ചൂണ്ടി ചോദിക്കുന്നുണ്ട്. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ആദ്യമായി തൃശ്ശൂരിൽ നിന്ന് ലോക്സഭാ അംഗമായി BJP-യുടെ ടിക്കറ്റിൽ മത്സരിച്ച് ഡെപ്യൂട്ടി മിനിസ്റ്ററായ കേന്ദ്ര സഹമന്ത്രിയായ സുരേഷ് ഗോപിയെ തൃശ്ശൂരിൽ നിന്ന് വിജയിപ്പിക്കുന്നതിന് വേണ്ടി അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്റെ അതിവിശ്വസ്തനായി അറിയപ്പെട്ടിരുന്ന ADGP MR അജിത് കുമാറിനെ RSSന്റെ ദേശീയ നേതാവായ ദത്താത്രേയയുടെ അടുത്തേക്ക്, ഹോസബോളയുടെ അടുത്തേക്ക് വിട്ടിട്ടുണ്ടായിരുന്നു എന്നാണ് മാധ്യമങ്ങൾ ഉൾപ്പെടെ പറഞ്ഞത്. നമ്മൾ ഉൾപ്പെടെ അത് വാർത്ത പറഞ്ഞിരുന്നതാണ്. BJP CPM അന്തർധാര അന്നു മുതലുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളുടെ മേലിലും മുഖ്യമന്ത്രിയുടെ മേലിലും ഉള്ള കേസുകളിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടി BJP-യുടെ സഹായം കിട്ടുന്നതിന് വേണ്ടി BJP-ക്ക് കേരളത്തിൽ അക്കൗണ്ട് തുറക്കുന്നതിന് വേണ്ടി അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും CPM-ഉം സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചു എന്നുള്ളതാണ് പുറത്തു വന്ന ഒരു വാർത്തകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിച്ചത്. അന്ന് CPI-ക്കാണ് അവിടുത്തെ സീറ്റ് നഷ്ടമായത്. ഇന്ന് ഇക്കുറി 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP 3 സീറ്റുകൾ നിയമസഭയിലേക്ക് നേടുമ്പോൾ BJP നേടിയ സീറ്റുകളെല്ലാം ഇടതുപക്ഷത്തിന്റെ സീറ്റുകളായിരുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത. അതായത് BJP CPM അന്തർധാര ഉണ്ടായിരുന്നു എന്നുള്ള ആ പറച്ചിലുകൾക്ക് ആക്കം പകരുന്ന തരത്തിൽ തന്നെയാണ് നിയമസഭയിലേക്ക് 3 BJP MLA-മാർ വരുന്നത്. ഇവിടെ പിണറായി വിജയൻ എന്ന CPM നേതാവ് തന്റെ വ്യക്തി താല്പര്യത്തിന് വേണ്ടി CPM എന്ന പാർട്ടിയെ BJP-ക്ക് അനുകൂലമായി ചില പരിവർത്തനപ്പെടുത്തലുകൾ ഉണ്ടാക്കി എന്നുള്ള പറച്ചിലുകൾക്ക് ഏത് തരത്തിലാണ് മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എന്ന രീതിയിൽ അങ്ങ് ഒരു നിരീക്ഷണം കാണുന്നത്? പിണറായി വിജയനുമായിട്ട് കൃത്യമായിട്ട് BJP-ക്ക് കൃത്യമായ ധാരണയുണ്ട്. ലാവ്ലിൻ കേസ് ആണ് അതിന് മുഖ്യമായുള്ള കാരണം. ലാവ്ലിൻ കേസ് വന്നത് മുതൽ 2014 BJP ഇന്ത്യയിൽ അധികാരത്തിൽ വരുന്നത്. അതുവരെ ലാവ്ലിൻ കേസ് കൃത്യമായി കോടതികളിൽ വാദങ്ങൾ കൃത്യമായി നടന്നിരുന്നു. എല്ലാത്തിലും ക്രൈമിനായിരുന്നു വിജയം. കോടതികളിൽ ക്രൈം ആയിരുന്നു ഞാനായിരുന്നു എതിരാളിയായിരുന്നു. സുപ്രീം കോടതിയിൽ പോലും അനുകൂല വിധി ഉണ്ടായി. അദ്ദേഹത്തിന് 2010 പ്രോസിക്യൂഷൻ പെർമിഷൻ കൊടുത്തതിനെതിരെ, ഗവർണർ കൊടുത്തതിനെതിരെ സുപ്രീം കോടതിയിൽ കേസ് വന്നപ്പോൾ കൃത്യമായി വാദം നടക്കുകയും അപ്പോൾ തന്നെ പിണറായി വിജയൻ കൊടുത്ത കേസ് തള്ളിക്കൊടുക്കുകയും ചെയ്തു. എന്നാൽ പിന്നീട് 2014 പിണറായി വിജയൻ BJP അധികാരത്തിൽ വന്നപ്പോൾ പിണറായി വിജയൻ കൊടുത്ത ഡിസ്ചാർജ് പെറ്റീഷൻ എല്ലാം തന്നെ നമ്മൾ ചിന്തിക്കുന്നതിലപ്പുറം വിചിത്രമായ രൂപത്തിലുള്ള നടപടികളാണ് ഉണ്ടായതിന് കാരണം പ്രോസിക്യൂട്ടറെ BJP അനുകൂല പ്രോസിക്യൂട്ടർമാരെ പിണറായി അനുകൂല പ്രോസിക്യൂട്ടർമാരായി മാറുകയും അവിടെ യാതൊരു തരത്തിലും വാദം നടക്കാതെ വന്നു എന്നുള്ളതാണ് ഞാൻ കണ്ടത്. 2014 BJP കേരളത്തിന്റെ ഡൽഹിയിൽ അധികാരവും പിണറായി വിജയൻ അധികാരത്തിൽ വരാത്ത സമയത്താണ് ധാരണ വന്നത്. 2014 വന്ന ശേഷം ഹൈക്കോടതിയിൽ പിന്നെ 2017 വിധി വരുന്നത്. അതിൽ പ്രോസിക്യൂട്ടർ, അതായത് CBIയുടെ പ്രോസിക്യൂട്ടർ അനുകൂലമായിട്ടുള്ള നിലപാടാണ് എടുത്ത. സത്യത്തിൽ അത് അവിടെ തള്ളിയുടെ ഡൽഹിയിലെത്തിയ ശേഷം 8-9 വർഷമായിട്ട് ഏകദേശം 80 തവണ മാറ്റിവെച്ചു. എന്നിട്ടും ഇപ്പോഴും പറയുന്നത് ഇനിയും മാറ്റി വെക്കണം എന്നാണ്. എന്താണ് ഇതിനർത്ഥം?
കാരണം പിണറായി വിജയന് വേണ്ടി അവിടെ ഡൽഹിയിൽ ലാവ്ലിംഗ് കേസ് മാറ്റിവെച്ചു കൊണ്ടിരിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണക്കാര് കേന്ദ്ര ഗവൺമെന്റ് ആണ്. അന്ന് അമിത്ഷായുടെ വലങ്കൈ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയാണ് അവിടെ സുപ്രീം കോടതി ഹാജരായി പിണറായി വിജയന് വേണ്ടി മാറ്റിവെച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, ഇതെനിക്ക് നേരിട്ട് അറിയുന്ന തെളിവാണ്. അപ്പൊ ഇതിൽ നിന്ന് ഞാൻ പഠിച്ചത് ഇവിടുത്തെ കേരളത്തിലെ BJP നേതാക്കന്മാരെ കെ സുരേന്ദ്രനുമായും അതേപോലെ വി മുരളീധരനുമായി ഇക്കാര്യം ഞാൻ സംസാരിച്ചിരുന്നു. എന്നാൽ അവരുടെ ഭാഗത്തു നിന്ന് ആശാവഹമായ ഒരു കാര്യം ഉണ്ടായില്ല. മാത്രമല്ല പിന്നെ എന്റെ ഫോണ് പോലും എടുത്തില്ല. സ്വാഭാവികമായിട്ട് എന്നെ വിളിച്ച് എന്ത് പിന്തുണയാണ് വേണ്ടത് എന്ന് പറയേണ്ട ആൾക്കാരാണല്ല. കാരണം പിണറായി വിജയനെതിരെ ഒരു ആയുധം കിട്ടിയാൽ BJP വെറുതെ ഇരിക്കാൻ പറ്റുമോ? എന്നാൽ പിണറായി വിജയനെതിരെ യാതൊരു തരത്തിലും നടപടിയൊന്നും വരുന്ന കണ്ടില്ല. പിന്നെ നമുക്കറിയാം സ്വർണ്ണക്കള്ളക്കടത്ത് ഇവിടെ നടന്നു എന്ന് പറഞ്ഞ് ആക്രോശിച്ചത് കെ സുരേന്ദ്രനാണ്, വി മുരളീധരനാണ്. അതേപോലെ ഡോളർ കടത്തിന്റെ കാര്യം ആദ്യം വിളിച്ചു വന്നത് കെ സുരേന്ദ്രനാണ്. സാറ്, ഭാരതത്തിന്റെ പ്രധാനമന്ത്രി തന്നെ കേരളത്തിലൊരു ഫംഗ്ഷനിൽ സംബന്ധിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് സ്വർണ്ണക്കള്ളക്കടത്ത് നടക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ അത് തന്നെയാണ് പറഞ്ഞു വരുന്നത്. അതായത് കെ സുരേന്ദ്രനും വി മുരളീധരനും ഇവിടെയുള്ള BJP ആണ് ആദ്യം ആരോപിച്ചത് ലൈഫ് മിഷൻ തട്ടിപ്പും അതേപോലെ എല്ലാം തന്നെ ഇവിടെ നടന്ന പിണറായി വിജയന്റെ മകളടക്കമുള്ള ഈ കരിമണൽ കർത്തയുടെ കേസിലടക്കം ആരാണ് BJP-യുടെ PC ജോർജിന്റെ മകനാണ് ഫൈറ്റ് ചെയ്യാൻ പോയത്. ഇവർക്കൊക്കെ തന്നെ അവസാനം കീഴടങ്ങേണ്ടി വന്നു. കാരണം കെ സുരേന്ദ്രനും വി മുരളീധരനും കൃത്യമായി പിണറായി വിജയനെ ധാരണയായി. അവർക്ക് എന്തായി, പിണറായി വിജയന് യാതൊരു പോരാട്ടവും നടത്തിയിട്ടില്ല ഇവിടെ. അല്ലായിരുന്നെങ്കിൽ BJP-യുടെ അധികാരം വരുമായിരുന്നു. പിണറായി വിജയനെ പിടിച്ച് അകത്താക്കിയിരുന്നെങ്കിൽ BJP ആയിരിക്കും ഇവിടെ പ്രധാന പ്രതിപക്ഷ കക്ഷിയായിട്ട് മാറുക. എന്നാൽ BJP ഇവിടെ പരാജയപ്പെട്ടു. ജനങ്ങൾ കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ള പേരിൽ അമിത്ഷായും അതേപോലെ നരേന്ദ്രമോദിയും പിണറായി വിജയൻ സ്വർണ്ണക്കടത്ത് നടത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ചിട്ടും അദ്ദേഹത്തെ സംരക്ഷിച്ചുകൊണ്ടിരുന്നിട്ടും അവസാനം എന്തായി, കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറയുന്ന സങ്കല്പം കേരളത്തിൽ പൊളിഞ്ഞു പാളിച്ചായി. ഇനിയിപ്പോ എന്താണ് കേന്ദ്രത്തിന്റെ ആവശ്യം? കേരളത്തിലെ CPM 35% പിന്തുണയുള്ള 45% പിന്തുണ ഇപ്പോഴും ഉണ്ട്. ഈ പിന്തുണയുള്ള CPM-നെ തകർത്ത് ആ വോട്ട് 14% മാത്രം BJP വോട്ടുള്ള കേരളത്തില് മാറ്റി കൊടുക്കണം. 35% ഈ 15% കൂട്ടുമ്പോഴേ ആരെ അങ്ങോട്ട് കയറ്റാൻ പറ്റുള്ളൂ, BJP-ക്ക് അധികാരത്തിൽ വരാൻ പറ്റുള്ളൂ. മറ്റൊരു വസ്തു കൂടിയാണ്. കാരണം ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷ സമുദായത്തിന്റെ വോട്ട് കിട്ടുന്ന ഹൈന്ദവ സമുദായത്തിന്റെ വോട്ട് കിട്ടുന്ന പാർട്ടി CPM ആണ്. CPM ആണ്. അപ്പം BJP CPM അന്തരം കുറച്ചു വരികയും ആശയങ്ങളിൽ ഒരേപോലെ ബന്ധമുണ്ടാവുകയും അതുപോലെ അയ്യപ്പ സംഘം പോലെയുള്ള കാര്യങ്ങൾ CPM-നെ നടത്തുകയും അപ്പം അങ്ങനെ ഹിന്ദു വൈകാരികമായി ബന്ധമുള്ള ഒരു പാർട്ടിയാണ് CPM എന്ന് കൊണ്ടുവരികയും അങ്ങനെ BJP-യുമായിട്ട് ഒരു ധാരണ ഉണ്ടാവുകയും ചെയ്യുക. എന്നിട്ട് BJP-യിലേക്ക് CPM-നെ കൊണ്ടുപോവുക എന്നുള്ള ലക്ഷ്യമാണ് ഡൽഹിയിൽ നിന്നുള്ളത്. അങ്ങനെ മാത്രമേ ഇവിടെ താർക്കാൻ പറ്റുള്ളൂ, അങ്ങനെ മാത്രമേ ഭരണത്തിൽ എത്താൻ പറ്റുള്ളൂ എന്ന് കൃത്യമായി പഠിച്ചിട്ടുണ്ട് BJP. അതുകൊണ്ടാണ് പിണറായി വിജയൻ തന്നെ ആഭ്യന്തരമന്ത്രിയായി വന്നോട്ടെ എന്ന് BJP തീരുമാനിച്ചുകൊണ്ടാണ് ഇവിടെ പ്രതിപക്ഷ നേതാവായി പിണറായി വിജയൻ വന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ അമേരിക്കയ്ക്ക് സ്ഥലം വിട്ടിട്ടുണ്ടാവും, ഒക്കെ പ്ലാൻ ചെയ്താണ്. പിണറായി വിജയനെ പോകരുത്, ഇവിടെ നിൽക്കണം എന്ന് പറഞ്ഞത് BJP-ആണ്. കഴിഞ്ഞ തൃശ്ശൂർ ഇലക്ഷനിൽ BJP-ക്ക് സുരേഷ് ഗോപി വോട്ട് കൊടുത്താരാ? ഓരോ ബൂത്തിലും 50 വീതം വോട്ട് മറിച്ച് 25 മുതൽ 50 വോട്ട് വീതം മറച്ചു കൊടുത്തിട്ടാണ് സുരേഷ് ഗോപിയെ കഴിഞ്ഞ ആഴ്ച വിജയിപ്പിച്ചത്. എവിടെ പോയി BJP-ന്റെ വോട്ട്? അതിനുശേഷം നിയമസഭാ ഇലക്ഷനും തദ്ദേശ സ്വയംഭരണ ഇലക്ഷനും തൃശ്ശൂരിൽ എവിടെയും വോട്ടില്ല. അവർ 3-ാം സ്ഥാനത്തിൽ താഴെ കിടക്കുകയാണ് BJP. അപ്പം ഇത്തവണ 3 സീറ്റുകൾ കിട്ടിയിട്ടുള്ളത് 10 സീറ്റുകൾ വിജയിപ്പിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ധാരണയായിട്ട് കഴക്കൂട്ടത്തും അതേപോലെ നേമത്തും CPM ശക്തി കേന്ദ്രങ്ങളിൽ നിന്നാണ് BJP-ക്ക് വോട്ട് പോയിരിക്കുന്നത്. കൊല്ലം പോലെ ചാത്തനാട് പോലുള്ള ഒരു സ്ഥലത്താണ്. ചാത്തന്നൂർ അവിടെ BJP ഒരു ശക്തിയുള്ള സ്ഥലമാണ്. അവിടെ 3-ാം സ്ഥാനത്ത് ശക്തമായി വോട്ട് കിട്ടിയിട്ടുള്ള ഗോപകുമാർ. പക്ഷെ BJP-ക്ക് CPM-ന്റെ വോട്ടല്ല, അവിടെ CPI ആണ് എതിർ സ്ഥാനാർത്ഥി. CPI-ന്റെ വോട്ട് അറച്ചു കൊടുത്തിട്ടാണ് അവിടെ ജയിക്കാൻ കാരണം, അല്ലാതെ BJP-യുടെ സ്വന്തം ശക്തി കൊണ്ടല്ല. അപ്പം ഇത് വളരെ കൃത്യമായി പഠിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഈ വിധത്തിൽ BJP-ക്ക് 3 സീറ്റ് ഉണ്ടാക്കി കൊടുത്തു എന്നുള്ള ഒരു മുന്നിൽ പിണറായി വിജയനെ പിടിച്ചു നിൽക്കാൻ ഡൽഹിയിൽ പിടിച്ചു നിൽക്കാൻ പറ്റിയതുകൊണ്ടാണ്. അല്ലെങ്കിൽ പിണറായി വിജയനെ ഇപ്പം അകത്താക്കിയിരുന്നതിനെ വാക്ക് പാലിച്ചു എന്നുള്ള ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിക്കാം. അതെ, അതുകൊണ്ട് ഇപ്പൊ 3 പിടിച്ചു. ഇനി 30 എത്തിക്കാമെന്ന വലിയ പിണറായി വിജയൻ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന 2031 ആകുമ്പോഴേക്കും 3 എന്നുള്ളത് 30 ആക്കാം. 29 ഇലക്ഷൻ വരുന്നു. അപ്പോഴത്തേക്ക് 30 സീറ്റെങ്കിലും കേരളത്തിൽ BJP-ക്ക് എത്തിച്ചു കൊടുത്താൽ പിന്നെ കേരളത്തിൽ വല്ല മുന്നണിയിലുള്ള മറ്റു ഘടകകക്ഷികളെയൊക്കെ കൂട്ടിയിട്ട്
30-35-40 സീറ്റ് അവർക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ബാക്കി സീറ്റ് ഉണ്ടാക്കാൻ BJPക്ക് അറിയാം. അതിനുള്ള വഴികൾ പഠിച്ച ആൾക്കാരാണല്ലോ അവർ ഡൽഹിയിൽ ഇരിക്കുന്നത്. അതാണ് തന്ത്രം. അതിനു വേണ്ടിയിട്ട് പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് ഇരിക്കണം, അധികാരം കയ്യിലുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ കടിഞ്ഞാണുണ്ടാവണം. അതിനു വേണ്ടിയിട്ടാണ് പിണറായി വിജയൻ എത്തിയിരിക്കുന്നത്. അതായത് BJPയെ ഭരണത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ഇപ്പൊ പ്രതിപക്ഷ നേതാവായി വീണ്ടും പിണറായി വിജയനെ ഇരുത്തിയിരിക്കുന്നു എന്നുള്ളൊരു നരേഷനിലേക്കാണ് സാർ. അതെ, പിണറായി വിജയനെ ഇരുത്തിയത് BJP ആണ്. പിണറായി വിജയനെ ഡൽഹിയില് അതേ രൂപത്തിലുള്ള കാര്യമായി എതിർപ്പായിരുന്നു. അടിച്ചേൽപ്പിച്ചിട്ട് നേടിയതാണ് പിണറായി വിജയൻ പ്രതിപക്ഷ സ്ഥാനം, അല്ലാതെ വെറുതെ ഉണ്ടായതല്ല. പോളിറ്റ് ബ്യൂറോവിന്റെ തീരുമാനങ്ങളെ മറികടന്നുകൊണ്ട് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ വീണ്ടും പ്രതിപക്ഷ നേതാവായതിന്റെ പിറകിൽ BJPക്ക് കേരളത്തിൽ വീണ്ടും താമര വിരിയിക്കാനുള്ള അവസരം, കൂടെ മുഖ്യമന്ത്രി എന്ന രീതിയിൽ പിണറായി വിജയനും മകൾക്കുമെതിരെ ഉണ്ടായിരുന്ന കേസുകളിൽ നിന്നും BJPയുടെ ഒരു സഹായം, അങ്ങനെ പരസ്പര സഹായ മുന്നണി എന്ന രീതിയിലുള്ള ഈ രീതി തുടർന്നു പോകുമ്പോഴാണ് ഇവിടെ 3 സീറ്റ് നിയമസഭയിലുണ്ടായത്. വീണ്ടും 3 എന്നുള്ളത് 30 എത്തിക്കാൻ വേണ്ടി അദ്ദേഹത്തെ തന്നെ വീണ്ടും പ്രതിപക്ഷ നേതാവായി BJPയുടെ സഹായത്തോടു കൂടി അവരോധിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് സാർ പറഞ്ഞു. അതെ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അകത്ത് പോകണം. BJP വളരാൻ 2 മാർഗങ്ങളാണ് കേരളത്തിലുള്ളത്. ഒന്ന് പിണറായി വിജയനെയും അതേപോലെ മകളെയും മകനെയും ഒക്കെ അറസ്റ്റ് ചെയ്യുക. അപ്പൊ CPM അങ്ങോട്ട് ഒഴുക്കുണ്ടാവും. കാരണം ഈ കണ്ടകശേരി ബാധിച്ച ഒരാളെ പിടിച്ച് അകത്താക്കുമ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി അണികൾ എന്താവും? ഇതുവരെ വെറുത്തിരുന്ന ആള് പിടിച്ച് അകത്താക്കിയുള്ള ജനങ്ങൾ BJPക്ക് പോകും. ഒന്ന് അതാ മാർഗം. രണ്ടാമത് വലിയ അധ്വാനമൊന്നുമില്ലാതെ ഇത് വെച്ചിട്ട് ബ്ലാക്ക്മെയിൽ ചെയ്ത് അദ്ദേഹത്തെ ഈ 3 വർഷം കൊണ്ട് പിടിച്ച് 30 സ്ഥാനം അല്ലെങ്കിൽ അധികാരത്തിൽ എത്താനുള്ള വഴിയൊക്കെ അല്ലെ പ്രതിപക്ഷ പ്രധാനപ്പെട്ട പാർട്ടിയിൽ മാറുക. അപ്പൊ എന്താവും? അപ്പോഴും ഗുണമാണ്. ആ ഗുണം ചെയ്ത ശേഷം പിന്നീട് എന്താണോ അപ്പോഴല്ല. അപ്പോൾ ഈ പിണറായി വിജയൻ ജീവിച്ചിരിപ്പുണ്ടാവില്ല എന്നൊക്കെ അപ്പോഴല്ലേ. അവിടെ വലിയൊരു ചാണക്യ തന്ത്രം കൂടി അവർ നടപ്പിലാക്കിയിട്ടുണ്ട്. കാരണം കോൺഗ്രസ് വിമുക്ത ഭാരതം എന്ന് പറയുമ്പോൾ കേരളത്തിലും കോൺഗ്രസ് തൂത്തെറിയാൻ വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയനെ അല്ലെങ്കിൽ CPMനെ വളർത്തി എന്ന് പറയുമ്പോൾ BJPക്കാരെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ക്ഷീണം തന്നെയായിരുന്നു. പാർട്ടി വളരുന്നില്ല എന്നുള്ളൊരു ആരോപണം ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ 3 സീറ്റ് BJPക്ക് കൊടുക്കാൻ സാധിച്ചു എന്ന് പറയുമ്പോൾ കോൺഗ്രസ് ഇവിടെ വിജയിച്ചാലും പടിപടിയായി ഇനി BJP മുന്നോട്ട് വളർന്നോളും എന്നുള്ള ധാരണ കൂടി ഉണ്ടാക്കി കൊടുക്കാൻ സാധിച്ചു. അത് തന്നെയാണ് പിണറായി വിജയൻ എന്ന നേതാവിന് വീണ്ടും പ്രതിപക്ഷ സ്ഥാനത്തേക്ക് അവരോധിക്കാൻ BJPയുടെ ഒരു തന്ത്രം അവിടെ പയറ്റിയതെന്ന് വേണോ മനസ്സിലാക്കാൻ? അത് തന്നെയാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അല്ലായിരുന്നെങ്കിൽ ഇത്രയധികം പാർട്ടിയെ നശിപ്പിച്ച, വെറുപ്പിച്ച, അറപ്പും വെറുപ്പും ഉണ്ടാകുന്ന രൂപത്തിൽ പ്രവർത്തിച്ച, പാർട്ടി തത്വങ്ങൾക്കൊക്കെ എതിരെയായിട്ട് ഭരണഘടനയ്ക്കെതിരെ പ്രവർത്തിച്ച ഒരാളെ പാർട്ടിയുടെ നേതാവായിട്ട് ഇരുത്തുമോ? ഒരിക്കലും ഇരുത്തില്ല. പുതിയൊരു ഇപ്പം VD സതീശനെ കഴിഞ്ഞ തവണ പ്രതിപക്ഷ നേതാവ് എന്നുള്ളൊരു കൊണ്ടുവന്നുകൊണ്ടല്ലേ കേരളത്തിൽ കോൺഗ്രസ് രണ്ടാമത് UDF അധികാരത്തിൽ വരാൻ കാരണം. രമേശ് ചെന്നിത്തല ആയിരുന്നെങ്കിൽ ഇതുപോലെ ഒരു മുന്നേറ്റം ഉണ്ടാകുമായിരുന്നോ? കൃത്യമായി ആ പ്ലാനാണ് ഇവിടെ വിജയിച്ചത്. ഇതേപോലെ VD സതീശൻ അതേപോലെ തന്നെ പിണറായിക്ക് പകരം നല്ലൊരു ആളെ പ്രതിപക്ഷ നേതാവായി കൊണ്ടുവന്നിട്ട് ഇതിനകത്ത് ജയിച്ച ആളുകളിൽ ഏറ്റവും മികച്ച ഒരാളെ കൊണ്ടുവന്ന് അങ്ങനെ കേരളത്തിൽ രണ്ടാമതും കേരളത്തിൽ CPMനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാവുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ലല്ലോ. അല്ല, അതായത് ഈ പാർട്ടി ഇപ്പൊ ഇന്നത്തെ പത്രങ്ങളിൽ വരെ അവരത് കൃത്യമായിട്ട് അവരുടെ പ്രതിഷേധത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പത്തനംതിട്ടയിലും കൊല്ലത്തും കണ്ണൂരിലും എല്ലാം ജനങ്ങൾ പൊട്ടിത്തെറിച്ചുകൊണ്ട് തന്നെ സംസാരിച്ചിരിക്കുന്നു പറയുമ്പോൾ ആ അഭിപ്രായങ്ങളെയും ആരോപണങ്ങളെല്ലാം മറികടന്നുകൊണ്ട് വീണ്ടും പിണറായി വിജയനിലേക്ക് തന്നെ പ്രതിപക്ഷ നേതൃസ്ഥാനം എത്തുമ്പോൾ അവിടെ എന്തൊക്കെയോ ദുരൂഹതകളുണ്ട് എന്ന് വേണം ഇതിൽ നിന്ന്. അവിടെ മാത്രമല്ല, MABBക്ക് ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ MABBക്ക് മിണ്ടാൻ പറ്റില്ല. കാരണം ഇതുവരെ കിട്ടിയ പൈസയൊക്കെ പിണറായി വിജയന്റെ അല്ലേ. അപ്പൊ അവിടെ കഴിഞ്ഞുകൂടാണെങ്കിൽ ആ പൈസ വേണം. പക്ഷെ തിരിച്ച് പണി കൊടുത്തിട്ടുണ്ട് ജനങ്ങളോട്. അതായത് CPM പ്രവർത്തകരോട് തുറന്ന് സംസാരിക്കാം, നിങ്ങൾ എന്ത് വേണമെങ്കിലും പറയാം എന്നുള്ള സ്വാതന്ത്ര്യം കിട്ടിയത് പിണറായി വിജയനെതിരാണ്. അത് തീർച്ചയായും അത് ചെറിയ തോതിലുള്ള ഒരു തീക്കാറ്റായിരിക്കില്ല, വലിയ ഭൂകമ്പം തന്നെ മാർക്സിസ്റ്റ് പാർട്ടിയിലുണ്ടാകും. പിണറായി വിജയനെ CPM പ്രവർത്തകർക്ക് തന്നെ അടിച്ചോടിക്കുന്ന രംഗം അധികം താമസിയാതെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ കേരളത്തിൽ CPM വീണ്ടും നന്നാവാനുള്ള ഒരു അവസരം MABB ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് സന്തോഷകരമായ കാര്യം. കാരണം ഈ പാർട്ടി നശിക്കാൻ പാടില്ല എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം കേരളത്തിന്റെ ഭൂമിശാസ്ത്രപരമായിട്ടും സാംസ്കാരികപരമായും സാമുദായികപരമായിട്ടും എല്ലാ മേഖലകളിലും നിലനിൽക്കേണ്ട ഒരു ജൈവശാസ്ത്രപരമായിട്ടുള്ള ഒരു പാർട്ടിയാണ് ഈ പാർട്ടി എന്നുള്ളതാണ് സത്യം.